ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ജൂൾ ഹീറ്റിംഗ് അല്ലെങ്കിൽ ഓമിക് ഹീറ്റിംഗ് എന്നതിനെ കുറിച്ചായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ജൂൾ നിയമം പ്രെഡിക്റ്റ് ചെയ്തു, അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ജൂൾസ് ലോയുടെ ഫണ്ടമെന്റൽ ഇക്വേഷൻ H is equal to I square R T, and second equation H is equal to VI into T. Then third equation H is equal to V square by R into T. And fourth equation H is equal to power into time. അതിനർത്ഥം വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം കാണാൻ ഈ 4 ഇക്വേഷൻസും നമുക്ക് യൂസ് ചെയ്യാം. H is equal to I square RT, H is equal to VIT, H is equal to V square by R into T, H is equal to പവർ ഇൻറ്റു ടൈം. അപ്പോൾ ഒരു ന്യൂ ടേം നമ്മൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ പേരാണ് ഇലക്ട്രിക്കൽ പവർ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് എടുത്ത പോർഷൻ എന്തായിരുന്നു? പവർ ആയിരുന്നു. അപ്പോൾ പവറിൻ്റെ 3 ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 4 ഇക്വേഷൻ പഠിച്ചാൽ പവർ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. ഈ ഇക്വേഷനെ ടൈമിനെ ക്യാൻസൽ ചെയ്യാം. ടൈമിനെ ക്യാൻസൽ ചെയ്ത് എച്ചിന് പകരം പി യൂസ് ചെയ്യാം. അപ്പോൾ പി ഈസ് ഈക്വൽ ടു, ബാക്കി വായിച്ചു നോക്കിയാൽ നമുക്ക് തിരിയും, ഐ സ്ക്വയർ ആർ. പവർ ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ. ഇവിടുത്തെയും ടൈം ക്യാൻസൽ ചെയ്യുക, എച്ചിന് പകരം പി ഉപയോഗിക്കുക. പി ഈസ് ഈക്വൽ ടു എന്താ? വി ഐ. പി ഈസ് ഈക്വൽ ടു വി ഐ. ദെൻ ടൈമിനെ ക്യാൻസൽ ചെയ്യുക, എച്ചിന് പകരം പി ഉപയോഗിച്ചാൽ മതി. പി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. ഇത്രയും ഇക്വേഷൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻസ് പഠിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ പ്രോബ്ലം സെക്ഷനിലേക്കാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പോകുന്നത്. അപ്പോൾ സാറ് പ്രോബ്ലം ഇവിടെ എഴുതി തരും. അതിനനുസരിച്ച് നമ്മൾ എങ്ങനെ ഏതെല്ലാം രീതിയിൽ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യണമെന്ന് നമ്മൾ നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഫസ്റ്റ് പ്രോബ്ലം, ഇഫ് ദ കറന്റ് ത്രൂ ദ കണ്ടക്ടർ ഈസ് ഡബിൾഡ് ആൻഡ് ഹൗ മെനി ടൈംസ് വിൽ ദ ഹീറ്റ് ജനറേറ്റഡ് ഇൻക്രീസസ്. മലയാളത്തിൽ, സർക്യൂട്ടിലൂടെയുള്ള വൈദ്യുത പ്രവാഹ തീവ്രത 2 മടങ്ങായി വർദ്ധിപ്പിച്ചാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം എത്ര മടങ്ങാകും എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യും? നമുക്ക് ജൂൾസ് ലോയുടെ ഫണ്ടമെന്റൽ ഇക്വേഷൻ നമുക്കറിയാം. ഫസ്റ്റ് ആൻസർ ചെയ്യുമ്പോൾ H is equal to I square R T. ഒരു സർക്യൂട്ടിൽ കൊടുക്കുന്ന ഹീറ്റ് ജനറേറ്റഡിനെ കറണ്ട് ക്യാരി കണ്ടക്ടർ കാണാനുള്ള ഇക്വേഷൻ H is equal to I square RT. ഇതാണല്ലോ ജൂൾസ് ലോയുടെ ഇക്വേഷൻ. അപ്പോൾ ഇക്വേഷനിൽ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞത്? കറണ്ട് ത്രൂ ദ കണ്ടക്ടർ ഈസ് ഡബിൾഡ്. അപ്പോൾ ആരെയാണ് ഡബിൾ ആക്കിയത്? കറണ്ടാണ്. വൈദ്യുത പ്രവാഹ തീവ്രതയെ കറണ്ടിനെ 2 മടങ്ങാക്കി എന്ന് പറഞ്ഞാൽ 2I അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ I become 2I അല്ലേ? ഈ ഐക്ക് പകരം എന്താ കൊടുക്കണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 2I കൊടുക്കണം. അപ്പോൾ H is equal to, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നോക്കിക്കോളൂ, ഐക്ക് പകരം എത്ര കൊടുത്തു? 2I. 2I all square into R into T. ക്ലിയർ ആണല്ലോ? 2I all square R into T. അപ്പോൾ ക്ലിയർ ആയിട്ട് നോക്കാം. 2I all square എന്ന് പറഞ്ഞാൽ 2 all square അല്ലേ? അപ്പോൾ 2 square എന്ന് പറഞ്ഞാൽ 4. ഇനി I all square, I square into R into T. അപ്പം എത്ര നോക്കണേ, ഒരു I കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഹീറ്റാണിത്. H is equal to I square RT. അപ്പോൾ കറണ്ടിനെ ഞാൻ ഡബിൾ ആക്കി അല്ലേ? I become 2I ആയപ്പോൾ എത്ര I square RT ആയി? 4I square RT മാറി. അപ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം അല്ലെങ്കിൽ ഹീറ്റ് ജനറേറ്ററിനെ കറണ്ട് ക്യാരി കണ്ടക്ടർ ഈസ് 4 times increases. എത്ര ടൈംസ് ആയിട്ട് ഇൻക്രീസ് ചെയ്തു? അപ്പോൾ കറണ്ടിനെ ഡബിൾ ചെയ്യുന്ന സമയത്ത് ഹീറ്റ് ഇൻക്രീസ് ബൈ 4 times. 4 മടങ്ങായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം കൂടി. അപ്പോൾ നോക്കാം. ഇനി രണ്ടാമത്തെ ഇതേപോലെയല്ല, ഇവിടെ ചോദ്യത്തിലില്ല, എന്നാലും നമുക്ക് വർക്കൗട്ട് ചെയ്യണം. ഇപ്പോൾ കറണ്ടിനെ 2 മടങ്ങല്ലേ ആക്കിയത്. ഇനി കറണ്ടിനെ ഞാൻ, ഇഫ് ദ കറണ്ട് ത്രൂ ദ കണ്ടക്ടർ ഈസ് ഹാഫ്ഡ്, I become I/2. അപ്പോൾ എന്തായി? കറണ്ട് കുറഞ്ഞു, പകുതിയാക്കി മാറ്റിയാൽ, വൈദ്യുത പ്രവാഹ തീവ്രത പകുതിയാക്കി മാറ്റിയാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം എത്ര മടങ്ങാകും എന്നായിരിക്കും ചോദ്യം അല്ലേ? അപ്പോൾ ഈ ചോദ്യത്തിലില്ല, നമ്മൾ അതൊന്ന് വർക്കൗട്ട് ചെയ്യാണ്. അപ്പോൾ I become I/2. അപ്പോൾ എന്താണ് H കാണാൻ ഇക്വേഷൻ? H is equal to I square R into T അല്ലേ? അപ്പോൾ ഐക്ക് പകരം എന്ത് ഉപയോഗിക്കണം? I/2. അപ്പോൾ H is equal to നോക്കണേ, I by
2 all square r into t. അപ്പോൾ ഇവിടെ നോക്കാം h is equal to I square by 4 into r into t അല്ലേ. I all square I square by 2 square 4 അല്ലേ. I square by 4 into rt. അതിനർത്ഥം h is equal to 1/4 എങ്ങോ പുറത്തേക്ക് എടുത്താൽ നോക്കാം I square r t അല്ലേ. അതിനർത്ഥം ഈ നമുക്ക് തന്നെ അറിയാം, ഈ ഇക്വേഷൻ നോക്കിയാൽ കറണ്ട് കൂടിക്കഴിഞ്ഞാൽ ആര് കൂടും? ഹീറ്റ് കൂടും അല്ലെ. അതാണ് കറണ്ടിനെ 2 മടങ്ങാക്കിയപ്പോൾ ഹീറ്റ് 4 മടങ്ങായി അല്ലെ. ഇനിയിപ്പോൾ കറണ്ട് കുറച്ചു, അതാണ് പകുതിയാക്കി എന്ന് പറഞ്ഞാൽ അപ്പോൾ ആര് കുറയണം? ഹീറ്റ് കുറയണം. അതിനർത്ഥം എത്ര ടൈംസ് ആയി കുറഞ്ഞു? 1/4 ടൈംസ് ആയിട്ട് ഹീറ്റ് ജനറേറ്റഡ് ഡിക്രീസ്. അപ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം എത്ര മടങ്ങായി കുറയും? 1/4 ടൈംസ് ആയിട്ട് റെഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇനി തേർഡ് വൺ ഇവിടെ നോക്കാം. ഇപ്പോൾ ഈ h is equal to I square RT എന്ന് പറയുന്ന ഇക്വേഷനിൽ കറണ്ടിനെ മാത്രമേ ചേഞ്ച് ചെയ്തുള്ളൂ. ഞാൻ റെസിസ്റ്റൻസിൽ എന്ത് ചേഞ്ച് ചെയ്ത് നോക്കാം. അപ്പോൾ R ബിക്കം 2R. R എത്രയും 2R ആയി മാറിക്കഴിഞ്ഞാൽ 2 മടങ്ങായി പ്രതിരോധവും സർക്യൂട്ടിന്റെ പ്രതിരോധവും 2 മടങ്ങാക്കി വർദ്ധിപ്പിച്ചാൽ അപ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം എത്ര മടങ്ങാവും? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ക്ലാസ് ഫോണിൽ കാണാതെ ഇത് വർക്കൗട്ട് ചെയ്യണം. പെന്നും പേപ്പറും യൂസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ തന്നെ സ്വയം വർക്കൗട്ട് ചെയ്ത് നമ്മൾ പഠിക്കുള്ളൂ. h is equal to എന്താ എടുത്ത് എഴുതാം? I square r t. അപ്പോൾ r എത്രയായി മാറി? ഈ r-ന്റെ സ്ഥാനത്ത് 2r ആയിട്ട് മാറിയില്ലേ. അപ്പോൾ h is equal to I square into 2r into t ആയി മാറി. അതിനർത്ഥം ഈ 2-നെ പുറത്തേക്ക് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 2I square RT അല്ലേ. അതിനർത്ഥം റെസിസ്റ്റൻസ് 2 മടങ്ങായി മാറിയാൽ ഹീറ്റ് ജനറേറ്റഡ് ഓൾസോ എത്ര മടങ്ങായി മാറും? 2 മടങ്ങായിട്ട് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇവിടെ നന്നായി ശ്രദ്ധിക്കേണ്ടത്, ഈ ഇക്വേഷനിൽ നമ്മൾ h is equal to I square RT കറണ്ടിന് ചെറിയ വ്യത്യാസപ്പെടുത്തിയാൽ, കറണ്ട് സ്ക്വയറാണ്, I സ്ക്വയറാണ്, കറണ്ടിന് ചെറിയ മാറ്റം സർക്യൂട്ടിൽ വന്നു കഴിഞ്ഞാൽ ഹീറ്റിൽ വലിയ മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. കറണ്ട് 2 മടങ്ങായപ്പോൾ 4 ടൈംസ്. അപ്പോൾ ഈ ടേമുകളേക്കാൾ കൂടുതൽ അവിടെ ഏത് ഫാക്ടറിനെയാണ്? സർക്യൂട്ടിലെ കറണ്ടിനെയാണ് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി കരുതുന്നു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. കൃത്യമായി മനസ്സിലാക്കണം, നമുക്കിത് പ്രോബ്ലം സെക്ഷനാണ്. കൃത്യമായി ഒരു ഇക്വേഷൻ ഉണ്ടാവും, അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, തന്നതിനെ എടുത്തേക്കണം. ഈ കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ടത്. ക്വസ്റ്റ്യൻ വായിക്കാം. How much will be heat developed if 0.2 ampere current flows through a conductor of resistance 200 ohm for 5 minutes? ക്ലിയർ ആണല്ലോ. 200 ഓം പ്രതിരോധമുള്ള ഒരു ചാലകത്തിലൂടെ 0.2 ആംപിയർ വൈദ്യുതി പ്രവഹിച്ചാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം എത്ര എന്നുള്ളതാണ് ചോദ്യം. ക്ലിയർ ആണല്ലോ. അപ്പം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് പൊതുവായി 9ാം ക്ലാസ്സിൽ ഗ്രാവിറ്റേഷൻ ഇതെല്ലാം പഠിച്ചപ്പോൾ നിങ്ങൾക്ക് ഓരോ ടേംസ് ഇങ്ങനെ എടുത്ത് എഴുതിയിട്ട് ഇക്വേഷൻ ഏതാണോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടെത്തുന്നത് കൃത്യമായി അതേപോലെ ചെയ്യണം. അപ്പം നോക്കാം എന്തൊക്കെ തന്നത് ആദ്യം എടുത്ത് എഴുതണം, അതിന് മാർക്ക് ഉണ്ട്, സ്കോർ ചെയ്യണം. ഇഫ് ഹൗ മച്ച് വിൽ ബി ഹീറ്റ് ഡെവലപ്ഡ് ഇഫ് 0.2 ആംപിയർ കറണ്ട്. അപ്പോൾ കറണ്ട് തന്നിട്ടുണ്ട് I is equal to എടുത്ത് എഴുതാം 0.2 ആംപിയർ. ക്ലിയർ ആണല്ലോ. I is equal to 0.2 ampere current flows through a conductor of resistance 200 ohm അല്ലേ. അപ്പോൾ ഇത് നിന്നുണ്ട് പ്രതിരോധവും, ചാലകത്തിന്റെ പ്രതിരോധവും എത്രയായി? 200 ഓം. ആ റെസിസ്റ്റൻസിന് ഏത് ലെറ്റർ? R is equal to 200 ohm. ക്ലിയർ ആണല്ലോ. 200 ഓം, ഒരു പ്രശ്നവുമില്ലല്ലോ. യെസ്. ഇനി നോക്കണേ, ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ ഓഫ് റെസിസ്റ്റൻസ് 200 ഓം for 5 minutes. എത്ര മിനിറ്റ്സ് ആണ്? അപ്പോൾ ടൈം തന്നിട്ടുണ്ട് 5 minutes അല്ലേ. പക്ഷെ ഇവിടെ എല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം, മിനിറ്റിനാണ് തന്നതെങ്കിൽ SI സിസ്റ്റത്തിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 5 മിനിറ്റ്സിനെ ഏതിലേക്ക് കൺവേർട്ട് ചെയ്യണം? സെക്കൻഡിലേക്ക്. അപ്പം 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാണ്? 60 അല്ല. അപ്പോൾ ഇൻറ്റു 60. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം, ക്ലിയർ ആയി. 5 into 6 30 അല്ലേ. ഇനി എത്ര സീറോ ബാക്കി? ഒരു 0 ഇട്ടു. 300 സെക്കൻഡ്.
ക്ലിയർ ആണല്ലോ. അല്ലാതെ അപ്പുറം കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. 300 സെക്കൻഡ് അല്ലേ. അപ്പോൾ ടൈം എത്ര സെക്കൻഡ്? 300 സെക്കൻഡ്. ഇനി ചോദ്യം ഇത്ര, ഹൗ മച്ച് വിൽ ബി ഹീറ്റ് ഡെവലപ്ഡ്? അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. എത്ര താപം ഉൽപ്പാദിപ്പിക്കും? ആരെയാണ് ചോദിച്ചത്? എച്ച് അല്ലേ ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നോക്കാം, ഇനി നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻസ് ഉണ്ട്. എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി, എച്ച് ഈസ് ഈക്വൽ ടു വി ഐ ടി അല്ലെ, വി ഐ ടി, എച്ച് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി. ഇതൊക്കെ നമ്മൾ പഠിച്ച ഇക്വേഷൻ. എച്ച് ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം ഇക്വേഷൻസ് ആണ്. അപ്പോൾ ഇതിൽ നോക്കാം, 3 തന്ന ടേംസ് ഏതൊക്കെ? ഐ ആർ ടി അല്ലേ. അപ്പോൾ ഇതിൽ ഏതാ ഐ ആർ ടിയിലെ ഇക്വേഷൻസ്? എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. ആ ഇക്വേഷൻസ് എടുത്ത് എഴുതാം. എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. ഓക്കെ, ക്ലിയർ ആണല്ലോ. എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. അപ്പോൾ നമുക്ക് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഐ എത്രയാണ് വാല്യൂ? 0.2 അല്ലേ. 0.2 നമ്മുടെ ഐ സ്ക്വയർ ആണ്. അപ്പോൾ 0.2 സ്ക്വയർ ഇൻറ്റു ആർ എത്രയാ? 200 ഇൻറ്റു നോക്കണേ ടി അല്ലേ, ടൈം എത്രയാ? 300 സെക്കൻഡ് ഇൻറ്റു 300. ക്ലിയർ ആണല്ലോ. ഇനി പല കുട്ടികൾക്കും ആൻസർ തെറ്റാൻ സാധ്യതയുണ്ട്. 0.2 സ്ക്വയർ സാറേ 0.4 അല്ലേ എന്ന് എഴുതി നോക്കും. ഒറ്റയ്ക്ക് 2 സ്ക്വയർ ചെയ്ത് 0.4 അല്ലേ. അപ്പോൾ അത് തെറ്റിക്കാതിരിക്കാൻ കുട്ടികൾ ഇവിടെ നന്നായി ശ്രദ്ധിക്കണം. നമ്മൾ നോക്കാം ജസ്റ്റ് ഒന്ന് 0.2 ഇൻറ്റു 0.2 അല്ലേ എന്ത്? 0.2 സ്ക്വയർ. ക്ലിയർ ആണല്ലോ. 0.2 ഇൻറ്റു 0.2 അല്ലേ. അപ്പോൾ 2 ഇൻറ്റു 2 എന്താ? 4 അല്ലേ. പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ എത്ര പൊസിഷൻ? ഒരു പൊസിഷൻ. ഇവിടെ എത്ര പൊസിഷൻ? ഒരു പൊസിഷൻ. അപ്പോൾ ടോട്ടൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര പൊസിഷൻ? 2 പൊസിഷൻ അല്ലേ. അപ്പോൾ ഒരു പൊസിഷൻ മാറ്റി അടുത്ത പൊസിഷൻ മാറ്റുമ്പോൾ ഇവിടെ 0 വരും. ആൻസർ എത്രയാണ്? 0.04 ആണ്. മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ. പോയിന്റ്. അപ്പോൾ അല്ലാതെ 0.4 എന്ന് എഴുതി പോകരുത്. 0.04. അപ്പോൾ എന്താ? 0.2 സ്ക്വയർ അല്ല, 0.04 ഇൻറ്റു നമുക്ക് ഒറ്റയടിക്ക് 200 ഇൻറ്റു 300 ചെയ്യുന്നതിന് പ്രശ്നമുണ്ടാവില്ല. 2 ഇൻറ്റു 3 സീറോസ് ഒക്കെ അവിടെ വെക്കുക. 2 ഇൻറ്റു 3 6 ആണല്ലോ. ബാക്കി എത്ര 0? 4 zeros നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ക്ലിയർ ആണ്. അപ്പോൾ ഇനി അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ അല്ലേ. അപ്പോൾ ഈ സീറോസ് ഒന്നും ഇല്ല വിചാരിക്കുക, പോയിന്റ് ഒന്നും ഇല്ല. 4 ഇൻറ്റു 6 ക്ലിയർ ആയിട്ട് സീറോസ് ഇല്ല, പോയിന്റ് ഇല്ല. 4 ഇൻറ്റു 6 24 അല്ലേ. ഇനി നോക്കണം എത്ര സീറോസ് ഉണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എത്രയാ? 4 zeros ഉണ്ട് അല്ലേ. 4 zeros ഉണ്ട്. പക്ഷേ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര പൊസിഷൻ ഉണ്ട്? 1 2. അപ്പോൾ 2 പൊസിഷൻ മാറ്റി ഇങ്ങോട്ട് കുത്തണം അല്ലേ. അപ്പോൾ നോക്കാം എത്രയാ? 2400 ജൂൾ എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. 2400 ജൂൾ. ക്ലിയർ ആണോ? അപ്പോൾ നോക്കാം ഹീറ്റ് ഡെവലപ്പ് ചെയ്തത് എത്രയാ? 2400 ജൂൾ. അപ്പോൾ ഈ വാല്യൂ ഇപ്പോൾ ഉള്ളത് എന്തിലാ? ജൂളിലാണുള്ളത്. അപ്പോൾ ഇനി എക്സാമിനർ ഇങ്ങനെ ടെക്സ്റ്റ് ബുക്ക് ക്ലിയർ ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എങ്കിൽ 2400 ജൂൾ ആണെങ്കിൽ ഇതിൻ്റെ കലോറി വാല്യൂ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ക്ലിയർ ആണല്ലോ. അപ്പോൾ 2400 ജൂളിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? ജൂളിനെ കലോറിയിലേക്ക്. അപ്പോൾ എങ്ങനെയാണ് ഹൗ ടു കൺവേർട്ട് ജൂൾ ഇൻടു കലോറി അല്ലെ, കലോറിയിലേക്ക് എങ്ങനെ മാറ്റാം? അതിനർത്ഥം ജൂളിൽ തന്നിരിക്കുന്ന വാല്യൂ, ജൂളിലുള്ള വാല്യൂ ഡിവൈഡഡ് ബൈ 4.2. അതെന്തുകൊണ്ടാണ് സാർ അങ്ങനെ എഴുതാൻ കാരണം ഒരു കലോറി എന്ന് പറഞ്ഞാൽ ഒരു കലോറി എത്രയാണ്? ഇത് നമ്മൾ കാണാതെ പഠിച്ചു വെക്കണം. ഒരു കലോറി എന്ന് പറഞ്ഞാൽ 4.2 ജൂളാണ്. കലോറി എന്ന് പറഞ്ഞാൽ സാധാരണ ഊർജ്ജത്തിൻ്റെ എനർജീൻ്റെ യൂണിറ്റ് ആണ് അല്ലേ. നമ്മൾ ലേസിൻ്റെ പാക്കിലെല്ലാം കലോറിഫിക് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ നോക്കാം, കലോറി എന്ന് പറഞ്ഞാൽ ഒരു കലോറി എന്ന് പറഞ്ഞാൽ എത്ര ജൂളാണ്? 4.2 ജൂൾ. അപ്പോൾ ജൂളിനെ കലോറിയിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യുക? നമുക്ക് തന്ന ജൂളിലുള്ള വാല്യൂവിനെ എത്രനോട് ഡിവൈഡ് ചെയ്താൽ മതി? 4.2നോട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ക്ലിയർ ആയിട്ട് നമുക്ക് നോക്കാം തന്ന ജൂളിലുള്ള വാല്യൂ എത്രയാണ് തന്നത്? 2400 ഡിവൈഡഡ് ബൈ എത്രയാ? 4.2 ആണല്ലോ തന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ 2400 ഡിവൈഡഡ് ബൈ 4.2 ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഇവിടെ പോയിന്റ് ഒഴിവാക്കാൻ വേണ്ടി ഇൻറ്റു 10. അത് എന്തുകൊണ്ടാണ് ഇൻറ്റു 10? പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം ഇൻറ്റു 10, ഇവിടെ മുകളിൽ ഇൻറ്റു 10. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടത്? 24,000 ഡിവൈഡഡ് ബൈ
42. ആ പോയിന്റ് അങ്ങ് പോയി കിട്ടും അല്ലെ, ഇൻറ്റു 10 ചെയ്യുമ്പോൾ 24,000 ഡിവൈഡഡ് ബൈ 42. നമുക്കൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ എത്രയാണ്? 24,000 ഡിവൈഡഡ് ബൈ 42 അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കേണ്ടത് 24ൽ 42 പോവോ? ഇല്ല. അപ്പോൾ 240ൽ എത്ര 42 പോവും? ഏകദേശം 5 പ്രാവശ്യം പോവും അല്ലേ. 5 × 2 എത്രയാ? 10. ബാക്കി 1 ഉണ്ടാവും. 5 × 4 20 1 21 അല്ലേ. ഓക്കെ, അപ്പോൾ 240 മൈനസ് 210 അല്ലേ ഉണ്ടാവുക. എത്ര ഉണ്ടാവുക? 30 അല്ലേ. ഓക്കെ, ഇനി 30ൽ 42 പോവില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? 0 ഇറക്കി എഴുതണം. അപ്പോൾ 0 ഇറക്കി എഴുതി അല്ലേ. അപ്പം 300ൽ എത്ര 42 പോകും? ക്ലിയർ ആയി നോക്കാം. 300ൽ 42 7 ടൈംസ് പോകും. 7 × 2 14, ബാക്കി 1. 7 × 4 28 + 1 29. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെ എത്ര? 300 മൈനസ് 294 ചെയ്യുമ്പോൾ എത്ര ഉണ്ടാവുള്ളൂ? ബാക്കി 6 അല്ലേ. അപ്പോൾ 6 കഴിഞ്ഞാൽ ഇനി ഒരു 0. 6ൽ 42 പോവോ? ഇല്ല. അപ്പോൾ 0 ഇറക്കി ചെയ്തു. 60 എത്ര 42 പോവും? ഓക്കെ, 1. ക്ലിയർ ആണല്ലോ. 1 × 42 എത്രയാണ്? 42. ക്ലിയർ ആണല്ലോ. 42. ഇനി ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 60 ൽ 42 പോയാൽ എത്ര വരിക? 18 അല്ലേ. കാരണം 10 - 2 8 അല്ലേ. ബാക്കി 5 - 4 എന്ന് പറഞ്ഞാൽ 18. അപ്പോൾ 18ൽ പോവോ? 18ൽ 42 പോവോ? ഇല്ല. അപ്പോൾ ഇനി 0 ഇറക്കാനില്ലല്ലോ. അപ്പോൾ എന്തിടണം? പോയിന്റ് ഇടണം. ഇനി നോക്കാം. അപ്പോൾ പോയിന്റ് ഇട്ടിട്ട് ഇവിടെ എന്തിടും? 0 ഇടും. 180ൽ 42 എത്ര പ്രാവശ്യം പോവും? ഏകദേശം 4 ടൈംസ് പോവും. 4 × 2 8, 4 × 4 അതോ ഇത്രയും ആൻസർ, അതോ 4 × 4 60 അല്ലേ. യെസ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത്ര ആൻസർ കിട്ടിയാൽ മതി. ആൻസർ ഇത്രയാണ്. എത്രയാ? 571.4. നമുക്ക് ഇനി ഡിവിഷൻ അങ്ങോട്ട് പോവേണ്ടതില്ല. നമുക്ക് എത്ര മതി? 571.4 ജൂൾ ഏതിലേക്ക് മാറി? കലോറി. CAL എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ആൻസർ എത്രയാ? 571.4 കലോറി എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഈ തന്നിരിക്കുന്ന പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തു. സോൾവ് ചെയ്യുന്നത് തന്നെ എടുത്ത് എഴുതുന്നതിന് മാർക്കുണ്ട് അല്ലേ. എടുത്ത് എഴുതി കഴിഞ്ഞ് നമ്മൾ ആരെ കാണേണ്ടത്? ഇത്രയും സ്റ്റെപ്പിന് നമുക്ക് മാർക്ക് ഉണ്ടാവും. എടുത്ത് എഴുതി കഴിഞ്ഞാൽ 2 മാർക്ക് നമുക്ക് കിട്ടും. ഇനി ആ ഫൈനൽ ആൻസർ എഴുതി SI യൂണിറ്റ് കിട്ടിയാൽ, ഇപ്പോൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 3 മാർക്കും നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയും. കൃത്യമായി ഒരു അധ്യാപകനെ നോക്കുന്ന സമയത്ത് എല്ലാ സ്റ്റെപ്പുകളും ഉണ്ടാവും. ഇനി കലോറിനെ ജൂളിനെ കലോറിയിലേക്ക് മാറ്റാൻ എന്താ? ജൂൾ ഡിവൈഡഡ് ബൈ 4.2. ജൂളിൽ തന്ന വാല്യൂ ഡിവൈഡഡ് ബൈ എന്റേതായി 4.2 ചെയ്താൽ മതി. ഇനി തിരിച്ച് ചോദ്യം, ഇങ്ങോട്ട് മാറ്റുമ്പോഴോ സാറേ കലോറിയിൽ നിന്ന് ജൂളിലേക്ക് മാറ്റുമ്പോഴോ എന്ന് ചോദിച്ചാൽ അവിടെ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എന്താ? കലോറിയിലുള്ള കലോറി വാല്യൂ ഇൻറ്റു 4.2. അപ്പം മനസ്സിലായോ? കലോറിനെ ജൂളിലേക്ക് തിരിച്ചു മാറ്റാൻ എന്ത് ചെയ്താൽ മതി? കലോറി ഇൻറ്റു 4.2, കലോറിയിലുള്ള വാല്യൂ ഇൻറ്റു 4.2 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇത് മനസ്സിലായെന്ന് കരുതുന്നു. ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി ഇത് ചോദിക്കുന്നുണ്ട്, കലോറി വാല്യൂ എത്രയാണ്. ഓക്കെ, ഇപ്പോൾ 2 പ്രോബ്ലങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ടെക്സ്റ്റിലെ 3ാമത്തെ പ്രോബ്ലമാണ് എന്താ? ഹീറ്റർ എ, ഹീറ്റർ ബി. 2 ഹീറ്ററുകളുണ്ട്. നമ്മുടെ വീട്ടിലെ ഹീറ്റർ കണ്ടില്ലേ? ചൂടാക്കുന്ന വെള്ളമെല്ലാം ചൂടാക്കുന്ന ഹീറ്ററാണ്. അപ്പോൾ ഹീറ്റർ എ, ഹീറ്റർ ബി ആണ്. 2 ഹീറ്ററുകളുണ്ട്. 2നും നൽകുന്ന വോൾട്ടേജ് നോക്കാം. പ്രോബ്ലമാണിത്. അപ്പോൾ വോൾട്ടേജ് 230 വോൾട്ടാണ്. ഒരു വ്യത്യാസമുണ്ട്. വോൾട്ടേജ് 230. ടൈം നോക്കാം 5 മിനിറ്റ്സ്. അപ്പോൾ വോൾട്ടേജിലും ടൈമിലും 2 ഹീറ്ററിനും എന്തില്ല? വ്യത്യാസങ്ങളില്ല. കൊടുക്കുന്നത് സെയിം ആണ്. ഓക്കെ, പക്ഷേ ആ 2 ഹീറ്ററിൻ്റെയും റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വ്യത്യാസമാണ്. പ്രതിരോധം നോക്കുക, 1150 ഓമാണ്. ഇവിടെ എത്രയാ? 460 ഓമാണ്. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നല്ല തിയറി കോൺസെപ്റ്റ് ഉള്ളതാണ്. അപ്പോൾ നന്നായി ശ്രദ്ധിച്ചോളാം. നമുക്ക് എന്താ കാണേണ്ടത്? വിയും ആറും ടിയും തന്നു. എന്താ കാണേണ്ടത്? ഹീറ്റ്. ഇത് 5 മിനിറ്റ് പ്രവർത്തിച്ചാൽ എത്രത്തോളം ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. അതേപോലെ ഇതും ഈ ഹീറ്റർ ബി എന്ന് പറയുന്നത് 5 മിനിറ്റ് പ്രവർത്തിച്ചാൽ എത്ര ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. അപ്പം നമ്മളുടെ ഏത് ഇക്വേഷനാണ്? VRT എന്നുള്ളതിൽ എച്ച് കാണാൻ ഏത് ഇക്വേഷൻ ഉപയോഗിക്കും? നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് ഏതാ? H =
നിങ്ങൾക്കറിയും വി സ്ക്വയർ, തേർഡ് ഇക്വേഷൻ വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, ക്ലിയർ ആയി നോക്കാം. അപ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. വി എത്രയാ? 230. അതിൻ്റെ സ്ക്വയർ വേണ്ട, വി സ്ക്വയർ അല്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതുന്നു 230 ഇൻറ്റു 230 അല്ലേ. അതല്ല വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 230 സ്ക്വയർ ആണ്, ഇങ്ങനെ എഴുതിയാൽ വിഷയമില്ലല്ലോ. ഓക്കെ, ഡിവൈഡഡ് ബൈ, ഇനി റെസിസ്റ്റൻസ് എത്രയാ? 1150. ഓക്കെ, ക്ലിയർ ആണല്ലോ. 1150 ആണ് റെസിസ്റ്റൻസ്. വലിയ വാല്യൂ ആണ്, ഇവിടെ ചെറുതുമാണ്. അപ്പോൾ അതിൻ്റെ വ്യത്യാസമാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇനിയോ ടൈം മിനിറ്റിൽ പാടോ? ഇല്ല. നമ്മൾ എന്തിലേക്ക് മാറ്റണം? മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റാൻ 5 ഇൻറ്റു 60. ആൻസർ എത്രയാ? 300 സെക്കൻഡ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇൻറ്റു ടൈം എത്രയാ? 300. ക്ലിയർ ആണല്ലോ. വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി. ഞാൻ ഈ അവസാനങ്ങളിലെ ഈ സീറോയും ക്യാൻസൽ ചെയ്തു. നിങ്ങൾ വേഗം പോയിട്ട് 230 ഇൻറ്റു 230 മൾട്ടിപ്ലൈ ചെയ്യും, എന്നിട്ട് അതിനെ 1150 ഡിവൈഡ് ചെയ്യും. അങ്ങനെ ചെയ്യരുത്. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പം മെത്തേഡ് ഏതാണോ അതാണ് നിങ്ങൾ. അപ്പോൾ ഡിവിഷൻ തന്നെ ഇല്ലാതാക്കുന്ന പരിപാടി നോക്കാം. 0 ക്യാൻസൽ ചെയ്തു, അവസാനം 0 ക്യാൻസൽ ചെയ്യുന്ന പ്രശ്നമില്ല. ഈ 230യും 115ഉം അല്ലെ 115ഉം വെട്ടിപ്പോയിക്കൂടാ അല്ലെ. കാരണം 115 2 പ്രാവശ്യം കൂട്ടിയതാണ് എന്ത്? 230. അവിടെ 2 ഉണ്ടാവും അല്ലേ. വലിയ സംഖ്യയിൽ എടുത്ത് 2 ഇൻറ്റു 230. ഇനി ഡിവിഷൻ തന്നെ ഇല്ല, ഇനി നമുക്ക് അരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. 2 ഇൻറ്റു 230 എത്രയാ? 460 അല്ലേ. 460 ഇൻറ്റു ബാക്കി എത്രയല്ലേ? 30 അല്ലേ. ഇനി നോക്കാം. ഇനി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ഒക്കെ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. വേണ്ട, 46 ഇൻറ്റു 3 നോക്കിയാൽ മതി. 46 ഇൻറ്റു 3 അല്ലേ. 3 ഇൻറ്റു 6 18, 8 ബാക്കി 1. 3 ഇൻറ്റു 4 12 പ്ലസ് 1 13. അപ്പം എത്ര? 138. എത്ര സീറോസ് ആണ് ഇവിടെ നമ്മൾ ഇടേണ്ടത്? 2 zeros ഇടണം. അപ്പം നോക്കാം, 30,800 ജൂളാണ് ഇവിടെ ഉണ്ടാകുന്ന ഹീറ്റ് എനർജി. ക്ലിയർ ആണല്ലോ. അപ്പോൾ ആദ്യത്തെ ഹീറ്റർ എ എത്ര ജൂള്? 30,800 ജൂൾ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. അതേസമയം ഇതേ ടൈമിൽ തന്നെ പ്രവർത്തിക്കുന്ന ഹീറ്റർ ബി എത്ര ഹീറ്റ് ഉണ്ടാക്കുന്നത് നമുക്കിവിടെ നോക്കണം. അപ്പോൾ ഏത് ഇക്വേഷൻ തന്നെ ഉപയോഗിച്ചാൽ മതി. H is equal to B square by R into T എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം. H is equal to B എത്രയാണ്? ഇവിടെ 230. വ്യത്യാസമുണ്ടോ? ഇല്ല, വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ്. 230 ഇൻറ്റു 230 ബി സ്ക്വയർ അല്ലേ. 230 ഇൻറ്റു 230 ഡിവൈഡഡ് ബൈ എത്രയാണ് റെസിസ്റ്റൻസ്? 460 ഇൻറ്റു നോക്കണേ ഇൻറ്റു എത്രയാ? ടൈം 5 മിനിറ്റ്സിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? സെക്കൻഡിലേക്ക്. 5 ഇൻറ്റു 60 ആൻസർ എത്രയാ? 300 സെക്കൻഡ്. അപ്പോൾ ഇൻറ്റു 300. ക്ലിയർ ആണല്ലോ. ഇനി ഇവിടെ നന്നായി ശ്രദ്ധിക്കുക. ഇപ്പോഴൊക്കെ ഞാൻ പറഞ്ഞാൽ നേരിട്ട് 230 ഇൻറ്റു 230 മൾട്ടിപ്ലൈ ചെയ്യാൻ പാടില്ല. നമുക്ക് ഡിവിഷൻ ഇല്ലാതാക്കാൻ കഴിയുമെങ്കിൽ അത് ഏറ്റവും ബെറ്റർ അല്ലേ. അപ്പോൾ 230ന് 2 പ്രാവശ്യം കൂട്ടിയാലല്ലേ 460 കിട്ടുക. അപ്പോൾ ഇവിടെ എഴുതണം 2, ഇവിടെ എഴുതുകയുള്ളൂ. ഇല്ല, വലിയ സംഖ്യയിൽ എടുത്താൽ ഇതെന്തത് 2 അല്ലേ. ഈ 2നെയും 300നെയും നമുക്ക് വെട്ടിക്കൂടെ. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 300/2 എത്രയാണ്? 150. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് എന്താ ആകെ ഇവിടെ ചെയ്യാനുള്ളൂ? 230 ഇൻറ്റു 150 ചെയ്യാനുള്ളൂ. എന്താ ചെയ്യാല്ലേ? 230 ഇൻറ്റു 150. ഓക്കെ, ക്ലിയർ അല്ലേ. അപ്പോൾ 20 ഇനി 00 അവിടെ വെച്ചിട്ട് 23 ഇൻറ്റു എത്ര ചെയ്താൽ മതി? 15 ചെയ്താൽ പോരെ. 5 ഇൻറ്റു 3 15, 5 ബാക്കി 1. യെസ്, 2 ഇൻറ്റു 5 10 പ്ലസ് 1 11. 1 ഇൻറ്റു 3 3. 1 ഇൻറ്റു 2 2. യെസ്, 5 4 3 അല്ലേ. 3 4 5 അല്ലേ. 345. 345 എത്ര സീറോസ് ഉണ്ട്? 1 2 2 സീറോസ് അല്ലേ. അവിടെ കൊടുക്കാം. 34,500 ജൂൾ ആണല്ലോ നമുക്ക് കിട്ടിയത്. 34,500 ജൂൾ. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഡൗട്ട് ഇവിടെ വരുന്നുണ്ടാവും. ഇവിടെ ശ്രദ്ധിച്ചോളാം. ഇവിടെ നോക്കണേ, റെസിസ്റ്റൻസ് ഇതിന് കൂടുതലാണ്. റെസിസ്റ്റൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് 13,700 ജൂളേ ഉള്ളൂ. പക്ഷെ റെസിസ്റ്റൻസ് കൂടിയാൽ ഹീറ്റ് കൂടുകയല്ലേ വേണ്ടത്. ഇവിടെ റെസിസ്റ്റൻസ് കുറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഹീറ്റ് കൂടി. 34,500 ജൂൾ ഉണ്ട്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓംസ് ലോ ക്ലിയർ ആയിട്ട് നമ്മൾ
കഴിഞ്ഞ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ കൃത്യമായി പഠിപ്പിച്ചത് R = V/I എന്നുള്ളതിൽ നോക്കിക്കോളാം. കോൺസ്റ്റന്റ് വോൾട്ടേജ് ആണിത് അല്ലേ. വോൾട്ടേജ് കോൺസ്റ്റന്റ് ആവുമ്പോൾ പ്രതിരോധവും റെസിസ്റ്റൻസും കറണ്ടും എന്താ വിപരീതാനുപാതമാണ്, അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ റെസിസ്റ്റൻസ് കൂടിപ്പോയാൽ അവിടെ കറണ്ട് കുറയും. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ എന്താ റെസിസ്റ്റൻസ് കൂടുതലാണ്, ആ സർക്യൂട്ടിലെ കറണ്ട് വളരെ കുറയായിരിക്കും. അപ്പോൾ നോക്കുക ഇക്വേഷനിൽ നോക്കി H = I²RT. ഏത് ഫാക്ടറാണ് ഹീറ്റിനെ നന്നായി ബാധിക്കുന്നത്? I അല്ലേ, കറണ്ട് അല്ലേ. അപ്പോൾ കറണ്ട് കുറഞ്ഞു പോയാൽ ഹീറ്റും എന്ത് ചെയ്യും? കുറയും. കാരണം റെസിസ്റ്റൻസ് ഇവിടെ കൂടുതലാണ്, അവിടെ കറണ്ട് കുറയും. ആര് കോൺസ്റ്റന്റ് ആണ്? വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആകുമ്പോൾ റെസിസ്റ്റൻസ് ഇവിടെ കൂടി കറണ്ട് കുറഞ്ഞു. കറണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റും കുറയും. അതാണ് ഹീറ്റ് ഇവിടെ കുറഞ്ഞു. എത്ര? 13,800 ജൂൾ. അതേപോലെ ഇവിടെ നോക്കാം, ഇവിടെ എന്താ സംഭവിച്ചത്? റെസിസ്റ്റൻസ് എന്ത് ചെയ്തു? റെസിസ്റ്റൻസ് ഇതിനേക്കാൾ കുറവാണ്. റെസിസ്റ്റൻസ് കുറഞ്ഞാൽ ഇവിടെ കറണ്ട് എന്ത് ചെയ്യും? കൂടും. അപ്പോൾ കറണ്ട് കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഹീറ്റ് എനർജി എന്ത് ചെയ്യും? കൂടും. അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടുത്തെ ഹീറ്റ് എനർജി എത്രയാണ്? 34,500 ജൂൾ. അപ്പോൾ ക്ലിയർ ആയി മനസ്സിലാക്കണം. വെറുതെ നമ്മൾ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ചെയ്യല, അതിലെ തിയറി കോൺസെപ്റ്റിനെ ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കിയ കാര്യം, ഓംസ് ലോയിലെ കോൺസ്റ്റന്റ് വോൾട്ടേജിൽ കറണ്ടും റെസിസ്റ്റൻസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുകൊണ്ട് റെസിസ്റ്റൻസ് കൂടി വിചാരിച്ച് ഇവിടെ ഉണ്ടാവുന്ന ഹീറ്റ് എനർജി കൂടേണ്ടതില്ല. കാരണം അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫാക്ടർ ആരാണ്? കറണ്ടാണ്. കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ഈ കാര്യം നന്നായി നമ്മൾ മനസ്സിലാക്കണം. മിസ്ലേനിയസ് എക്സാമ്പിൾസ് ഒക്കെ അതിലൊക്കെ ഇത്തരത്തിലുള്ള തിയറി കോൺസെപ്റ്റുകൾ നമുക്ക് ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മളിപ്പോൾ ടോട്ടൽ 3 ക്വസ്റ്റ്യൻ നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി 4th ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ശ്രദ്ധിച്ചോളാം. Let us find out the heat developed in 3 minutes by a device of resistance 920 ohm working under 230 volt. ക്ലിയർ ആണല്ലോ? നോക്കാം, 230 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന 920 ഓം പ്രതിരോധമുള്ള ഒരു ഉപകരണത്തിലൂടെ 3 മിനിറ്റ് സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന താപം എത്രയാണ്? ക്ലിയർ ആണല്ലോ? അപ്പം നന്നായി ശ്രദ്ധിക്കണം. നമുക്ക് ലേറ്റസ്റ്റ് ഫൈൻഡ് ഔട്ട് ദ ഹീറ്റ് ഡെവലപ്ഡ് ഇൻ 3 മിനിറ്റ്. ടൈം എത്ര തന്നത്? 3 മിനിറ്റ് ആണ് അല്ലേ. ബൈ എ ഡിവൈസ് ഓഫ് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 920 ഓം ആൻഡ് വർക്കിംഗ് അണ്ടർ 230 വോൾട്ട്. അപ്പം തന്നതൊക്കെ നമുക്ക് എടുത്തെഴുതാം. ആദ്യം തന്നെ നമുക്ക് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ടല്ലോ. എത്ര ഓമാണ്? റെസിസ്റ്റൻസ് = 920 ഓം അല്ലേ, 920 ഓം. ക്ലിയർ ആണ്? Then വോൾട്ടേജ് എത്രയാ? 230 വോൾട്ട്. V = 230 വോൾട്ട്. ആൻഡ് ടൈം തന്നിട്ടുണ്ടല്ലോ ഇൻ 3 മിനിറ്റ്സ്. അപ്പോൾ ടൈം തന്നിട്ടുണ്ട്. ടൈം എത്രയാ? സമയം 3 മിനിറ്റ് ആണ്. മിനിറ്റ്സിനെ അപ്പം തന്നെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? മിനിറ്റ്സിനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. 3 × 60 ആൻസർ = 180 സെക്കൻഡ് അല്ലേ. 3 × 6 180 0 × 180 സെക്കൻഡ്. ക്ലിയർ ആണല്ലോ? ഇനി നോക്കാം, നമുക്ക് കാണേണ്ടത് എന്താ? ഹീറ്റ് അല്ലേ, താപം എത്ര അല്ലേ. ഫൈൻഡ് ഔട്ട് ദ ഹീറ്റ് ഡെവലപ്ഡ് കാണണ്ടേ. അപ്പോൾ H ആണ് നമ്മൾക്ക് കാണേണ്ടത്. H = ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ H ആണല്ലോ കാണേണ്ടത്. H = V². നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഇക്വേഷൻ ആണ്. V²/R × T ആണ് അല്ലേ. അപ്പോൾ V എത്രയാണ്? 230 × 230 ഡിവൈഡഡ് ബൈ R എത്രയാ? 920 ആണ്. 920 ഇൻറ്റു ടൈം എത്രയാ? 180 ആണല്ലോ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ നോക്കാം 180. യെസ്, ഈ 230നെ 4 ടൈംസ് കൂട്ടിയാൽ 920 കിട്ടും അല്ലേ. അപ്പോൾ നോക്കാം, 230യും 920യും ക്യാൻസൽ ചെയ്യാം. ഇവിടെ എത്രയാ? 4 എഴുതാം അല്ലേ. കാരണം 230 4 ടൈംസ് ആണ് 920 അല്ലേ. 4 പ്രാവശ്യം 230 കൂട്ടിയാലാണ് 920 കിട്ടുക. ഇനി നോക്കാം, 180നെയും 4നെയും ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അവിടെ എത്ര വരും? ഇവിടെ 90 വരും. ഇവിടെ എത്ര വരും? 2 അല്ലേ വരിക. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ എത്ര വരിക? ഇവിടെ 45 വരും. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ ഇനി ആകെ ചെയ്യേണ്ടത് എന്താ? 230 × 45 ചെയ്താൽ ആൻസർ നമുക്ക് കിട്ടും. യെസ്, 230
ഇൻറ്റു 45 അല്ലേ? അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? 23 ഇൻറ്റു 45 ചെയ്ത് നോക്കാം. 23 ഇൻറ്റു 45, 5 ഇൻറ്റു 3 15 ആണല്ലോ, ബാക്കി 1. യെസ്, 5 ഇൻറ്റു 2 10 പ്ലസ് 1 11, 4 ഇൻറ്റു 3 12, 1, 4 ഇൻറ്റു 2 8 പ്ലസ് 1 9, 5 3 10. ഓക്കെ, 1035 അല്ലേ? ഓക്കെ, 1035. നോക്കണേ, ഇനി ഇവിടെ ഒരു 0 നമ്മൾ 23 ഇൻറ്റു 45 ചെയ്യുള്ളൂ. ഇവിടെ ഒരു 0 ബാക്കിയുണ്ട്. ആ 0 ഇവിടെ ഇട്ടു. ഇത്രയും ജൂൾ ആയിരിക്കും. 10350 ജൂൾ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പം ഇവിടെ കിട്ടിയത് ഹീറ്റ് എനർജി എത്രയാണ്? 10350 ജൂൾ ആയിരിക്കും. അതിൽ തന്നെ ഒരു രീതിയിൽ കൂടെ ചോദിച്ചിട്ടുണ്ട്. എന്താ നോക്കണേ? ഹൗ ദിസ് പ്രോബ്ലം ക്യാൻ ബി സോൾവ്ഡ് യൂസിങ് ദിസ് റിലേഷൻ H is equal to VT. അപ്പോൾ H is equal to VIT എന്ന് പറയുന്ന ഇക്വേഷൻ ഇതിനെ നമുക്ക് ചെയ്യാൻ, ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയുമോ? കാരണം ഇവിടെ V ഉണ്ട് അല്ലേ, പക്ഷെ കറണ്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ കറണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? കാണണം. ആ കറണ്ടിനെ കാണാൻ നമുക്കറിയാം, ഓംസ് ലോ വെച്ചിട്ട് I കാണാനുള്ള ഇക്വേഷൻ എന്താ? I is equal to എന്താ? V by R അല്ലേ? ക്ലിയർ ആണല്ലോ? അപ്പോൾ I is equal to V by R ചെയ്താൽ നമുക്ക് I കിട്ടും. V എത്രയാണ്? 230 ആണ്. ഡിവൈഡഡ് ബൈ 230 ഡിവൈഡഡ് ബൈ R എത്രയാ? 920 ആണ് അല്ലേ? ഓക്കെ, 920 0 ക്യാൻസൽ ചെയ്തു. 23/92 എന്ന് പറഞ്ഞാൽ ഇസിക്കൽ ടു 1/4 ആണ്. കാരണം 23നെ 4 പ്രാവശ്യം കൂട്ടിയാൽ 92 കിട്ടും. അപ്പോൾ 1/4 ഇസിക്കൽ ടു 1/4 എന്ന് പറഞ്ഞാൽ എത്രയാ? 0.25 ആംപിയർ ആണ്. ക്ലിയർ ആണല്ലോ? 0.25 ആംപിയർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വോൾട്ടേജ് 230 തന്നെയാണ്. കറണ്ട് എത്രയാ? 0.25 ആണ്. ടൈം എത്രയാ? 180. അപ്പോൾ ഈസി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി എത്രയാ? വോൾട്ടേജ് 230 ഇൻറ്റു കറണ്ട് 0.25 ഇൻറ്റു ടൈം എത്രയാ? 180. ആൻസർ ചെയ്താൽ എത്ര തന്നെ കിട്ടണം? നമ്മൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് എത്ര തന്നെ കിട്ടും? 10,350 ജൂൾ അല്ലെ? 10350 ജൂൾ എന്ന് നമുക്ക് ലഭിക്കും. ഓക്കെ, നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, 4th ക്വസ്റ്റ്യൻ അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആക്കി. 2 രീതിയിൽ നമ്മൾ അതിനെ കണ്ടിരുന്നു. ഒന്ന് ഏത് ഇക്വേഷൻ ഉപയോഗിച്ചു? H is equal to V square by R into T. H is equal to, പിന്നെ അതേപോലെ ഏത് ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്തു? നമ്മൾ VIT. അപ്പോൾ 2 ഇക്വേഷൻ നമ്മൾ വെച്ച് ചെയ്താലും ആൻസർ എന്ത് തന്നെയാണ്? 10,350 ജൂൾ ആണല്ലോ നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻസിൽ വ്യത്യാസം ഉണ്ട് വിചാരിച്ച് വാല്യൂയിൽ കിട്ടുന്ന ഉത്തരത്തിൽ മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ കറണ്ട് കാണാൻ നമുക്ക് ഓംസ് ലോ എപ്പോഴും അപ്ലൈ ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഓക്കെ, 5th ക്വസ്റ്റ്യനിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ലെറ്റ് us calculate heat developed when 3 ampere current flows through a electric iron box designed to work under 230 volt for half an hour. 230 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന വൈദ്യുത ഇസ്തിരിപ്പെട്ടിയിലൂടെ 3 ആംപിയർ വൈദ്യുതി അരമണിക്കൂർ പ്രവഹിപ്പിച്ചാലുണ്ടാകുന്ന താപം എത്ര? ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ നോക്കാം, ഇവിടെ തന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തെഴുതാം. വോൾട്ടേജ് എത്ര തന്നത്? V is equal to എടുത്തെഴുതണം 230 വോൾട്ട്. ഓക്കെ, പ്രവർത്തിക്കുന്ന എത്ര കറണ്ട് തന്നിട്ടുണ്ട്? I is equal to 3 ആംപിയർ. ഓക്കെ, വൈദ്യുതി പ്രവഹിച്ച എത്ര മണിക്കൂറാണ്? അരമണിക്കൂർ. അപ്പോൾ ടൈം എടുക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാണ് നമുക്കറിയാം? 30 മിനിറ്റാണ്. അപ്പോൾ ആ 30 മിനിറ്റിനെ എന്തിലേക്ക് മാറ്റണം? സെക്കൻഡിലേക്ക് മാറ്റണം. 30 ഇൻറ്റു 60 അല്ലേ? അപ്പോൾ 30 ഇൻറ്റു 3 ഇൻറ്റു 6 എത്ര? 18. ബാക്കി എത്ര? 0 2 0 സെക്കൻഡ്. അപ്പോൾ 1800 സെക്കൻഡ്, 1800 സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് തന്നതെല്ലാം എടുത്തെഴുതി. വോൾട്ടേജ് തന്നു, കറണ്ട് തന്നു, ടൈം തന്നു. ഇന്ന് ചോദിച്ചത് എന്താ? ഹീറ്റ് എത്രയാണെന്നാണ് ചോദിച്ചത്. ക്ലിയർ ആണല്ലോ? ഹീറ്റ് എത്രയാണെന്നാണ് നമുക്ക് ചോദിച്ചത്. അപ്പോൾ ഇവിടെ നോക്കാം, ഈ ഇക്വേഷൻ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. H ഇവിടെ VIT. അപ്പോൾ H കാണാനുള്ള ഇക്വേഷൻ എന്താണെന്ന് അപ്പം തന്നെ നമുക്ക് ഓടും. VIT വിത്ത് എന്നുള്ള ഇക്വേഷനിലേക്ക് നമ്മൾ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വോൾട്ടേജ് എത്രയാ?
230 ഇൻറ്റു കറണ്ട് എത്രയാ 3 ഇൻറ്റു ടൈം എത്രയാ 1800 സെക്കൻഡ്. അപ്പോൾ ഈ ഡയറക്റ്റ് ഈക്വേഷനിലേക്ക് നമുക്ക് കൊടുത്താൽ തന്നെ ഇത് ആൻസർ കിട്ടും. അപ്പോൾ 230 ഇൻറ്റു 23 ഇൻറ്റു 3. അപ്പോൾ ഏകദേശം ഇത് ചെയ്ത് നോക്കാം. 3 ഇൻറ്റു 18 അല്ലേ, നമുക്ക് നോക്കാം. 80 ഇൻറ്റു 3 3 8 24, ബാക്കി 2 3 2 5 54. അപ്പോൾ 230 ഇൻറ്റു ഇവിടെ എത്ര വരിക 3 ഇൻറ്റു 18 ചെയ്തപ്പോൾ 54 ആണ്. ബാക്കി 0 2 0 ഉണ്ട്, ആ 2 0 ഇട്ടു. ഇനി 23 ഇൻറ്റു 54 അല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ നോക്കാം 23 ഇൻറ്റു 54 നമുക്ക് ചെയ്ത് നോക്കാം. 54 നോക്കാം. 4 ഇൻറ്റു 3 12 2 ബാക്കി 1. 4 ഇൻറ്റു 2 8 പ്ലസ് 1 9. 5 ഇൻറ്റു 3 15 5 ബാക്കി 1. 5 ഇൻറ്റു 2 10 പ്ലസ് 1 11. ഓക്കെ 2 14 4 ബാക്കി 1 1 പ്ലസ് 1 2 1. അപ്പോൾ ആൻസർ എത്രയാണ് വന്നത് 1 2 4 2. നോക്കണേ എത്ര 0 ആണ് നമ്മൾ 23 ഇൻറ്റു 54 നമ്മൾ ചെയ്തത്. ഒരു 0 ഇവിടെയുണ്ട്, 2 0 ഇവിടെയുണ്ട്. അപ്പോൾ 1 പ്ലസ് 2 3 0 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇത്രയും ജൂളായിരിക്കും. ക്ലിയർ ആണല്ലോ. ഇത്രയും ജൂൾ ആണ് എൻ്റെ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്രോബ്ലം സെക്ഷനിലെ ആദ്യത്തെ ഹീറ്റിൻ്റെ എല്ലാ ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസും നമ്മൾ ഇന്ന് സോൾവ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ ക്ലിയർ ആണല്ലോ. യെസ് ഓക്കെ. സാറിപ്പോൾ ജൂൾസ് ലോൻ്റെ ഈ പ്രോബ്ലംസ് സെക്ഷനാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്തത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് പാർട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ. അത് അടുത്ത പാർട്ടിൽ ട്രിക്സ് ഒക്കെ ഉണ്ടാവും. അതെല്ലാം ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരും.